നമുക്ക് ഹൈഡൽ ഉണ്ട്, നമുക്ക് സോളാർ ഉണ്ട്, വിൻഡ് ഇസ് ദർ, തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഇത്ര സോഴ്സസ് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഡിമാൻഡ് എങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ആ വേരിയേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പവർ ഡിമാൻഡ് ഇസ് ക്ലിയർ, പവർ സപ്ലൈ എവിടെ നിന്ന് വരുന്നു, വാട്ട് ഈസ് ആർ സപ്ലൈ ബ്രേക്കപ്പ്. എങ്ങനെ പവർ ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഓൺ ആൻ ആവറേജ് 30% നമുക്ക് ഇൻറ്റേർണൽ ജനറേഷൻ ഉള്ളത്. ബാക്കി 70% വൈദ്യുതിയും നമ്മൾ പുറമേ നിന്ന് വാങ്ങി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 4000 മെഗാവാട്ട് ആണ് നമ്മുടെ ഡിമാൻഡ് സർ. സപ്പോസ് അറ്റ് എ ഗിവൻ പോയിന്റ് ഓഫ് ടൈം. അതിന്റെ 30% ദാറ്റ് ഈസ് അറൌണ്ട് 1200 മെഗാവാട്ട് നമുക്ക് ഇന്റേണലി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് റിമൈനിങ് 2800 മെഗാവാട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേഷൻസ് പ്രൊക്യൂർ ചെയ്യാൻ വാങ്ങി വിതരണം ചെയ്യാം, കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 30-70 അതിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ആ 30%, 30% കേരളത്തിൽ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അത് ഏത് സോഴ്സസിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു 17ഓളം ലാർജ് ഹൈഡ്രോയും 27ഓളം സ്മോൾ ഹൈഡ്രോ ജനറേറ്റ് സ്റ്റേഷൻസാണ് ഉള്ളത്. ഇതിൽ മേജർ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടുക്കി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനറേറ്റിംഗ് സ്റ്റേഷനാണ് ഇടുക്കി. അവിടെ നമ്മൾ 130 മെഗാവാട്ടിൻ്റെ 6 ജനറേറ്ററാണുള്ളത്. മൊത്തത്തിൽ നമുക്ക് 780 മെഗാവാട്ടാണ് ജനറേറ്റ് സ്റ്റേഷനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത മേജർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശബരിഗിരി. അവിടെ നിന്ന് 340 മെഗാവാട്ടോളം ആണ് നമ്മൾ ശബരിഗിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇടമലയാറ് വരുന്നുണ്ട്. ഇടമലയാറ് ശരിക്കും 75 മെഗാവാട്ടാണ്. പിന്നെ കുറ്റ്യാടി, അതിന് 225 മെഗാവാട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ ഒരു മേജറായിട്ട് വരുന്നതാണ് നമ്മുടെ ലോവർ പെരിയാർ, 180 മെഗാവാട്ട്. ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ 17 പ്രധാനപ്പെട്ടുള്ള വലിയ ജനറേറ്റ് സ്റ്റേഷൻസിൽ ഈ പറഞ്ഞവയാണ്. സോ ഇടുക്കി, ശബരിഗിരി, എടമലയാർ, കക്കയം, ലോവർ പെരിയാർ, റൈറ്റ്? ഇതാണ് നമ്മുടെ മെയിൻ ഹൈഡൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. ഓരോ റിസർവോയർ, ഓരോ ഡാം അനുസരിച്ച്, ഓരോ ജനറേറ്റിംഗ് സ്റ്റേഷൻ അനുസരിച്ച് അവരുടെ പവർ എത്രയാണ്. ഇടുക്കി എത്ര പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇടുക്കിയിൽ നിന്നും 780 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, മാക്സിമം ആണ് അത്. ഇടുക്കി ഡാം പീക്ക് പ്രൊഡക്ഷൻ ലെവലിലേക്ക് പോയാൽ 780 മെഗാവാട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അവിടുത്തെ 6 ജനറേറ്ററുകളും ഫുൾ ലോഡിൽ വർക്ക് ചെയ്താൽ. ഓക്കെ, അത് കൂടെ പിന്നെ ശബരിഗിരി ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ 6 ജനറേറ്ററാണുള്ളത്. 55-ന്റെ 4-ഉം 60-ന്റെ 2-ഉം, അങ്ങനെ 340 മെഗാവാട്ടോളം നമുക്ക് ശബരിഗിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇടമലയാർ. അവിടെ 37.5 മെഗാവാട്ടിൻ്റെ 2 ജനറേറ്ററാണ്. അങ്ങനെ 75 മെഗാവാട്ട് നമുക്ക് ഇടമലയാറെന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കക്കയത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും 25 മെഗാവാട്ടിൻ്റെ 3 മെഷീനും 50 മെഗാവാട്ടിൻ്റെ 3 മെഷീനും, അങ്ങനെ മൊത്തത്തിൽ 225 മെഗാവാട്ട് നമുക്ക് കക്കയത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ലോവർ പെരിയാർ ആണെന്നുണ്ടെങ്കിൽ 60 മെഗാവാട്ടിൻ്റെ 3 മെഷീൻസാണ്. അപ്പോൾ അവിടെ 180 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. സോ ഈ എല്ലാം പവർ ജനറേറ്റിംഗ്, ഹൈഡൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 1700-1800 മെഗാവാട്ടിൻ്റെ ഒരു പവർ നമുക്ക് ഉൽപ്പാദിക്കാൻ നമുക്ക് സാധിക്കും.